മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. അപ്പൊ തുടങ്ങാം. തുടങ്ങിക്കോ. എമ്പുരാനകത്ത് ഒരുപാട് സർപ്രൈസുകളുണ്ട്. അതിനകത്ത് മമ്മൂട്ടി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിനകത്ത് മമ്മൂട്ടി ഉണ്ട്. നുണ പറയരുതെന്ന് പ്രതിജ്ഞ എടുത്തിട്ടുണ്ടെങ്കിലും സാധിക്കുന്നില്ല. അയ്യോ, ഇതിനകത്ത് ഒന്നുമില്ലല്ലോ. പറ്റിച്ചോ നമ്മളെ? പഴയ ബിൽഡിംഗ് തള്ളി മറിച്ചിട്ട്. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാവരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ? സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നുണേ പറയൂ. എമ്പുരാൻ ദൈവാനുഗ്രഹം കൊണ്ട് സെൻസറിങ് എല്ലാം കഴിഞ്ഞത് ഇപ്പോൾ ഉടനെ റിലീസാകും. മമ്മൂട്ടി മോഹൻലാലും അപ്പോൾ വരെ രണ്ടുപേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും. തള്ളി വീട് വരെ എത്തിക്കണേ കേട്ടോ. ഈ ഡ്രാഗൺ ആരാണെന്നാണല്ലോ എല്ലാരും അന്വേഷിച്ചോണ്ടിരിക്കുന്നത്. ആരാണ്ട് പറഞ്ഞോട് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയാണ്. ഈശ്വര, കള്ളം പറയല്ലേ? കള്ളു പിന്നെ മുഴുവനും സത്യമോ? മുഴുവനും സത്യമല്ല, എന്നാലും മുക്കാലും സത്യമാ. ഈശ്വര, ഒരു പിടിയില്ല. ഞാൻ ഇന്നലെ തമാശ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ട് മക്കളോട് ചെയ്യുമ്പോൾ ഈ സസ്പെൻസാ, അത് മാത്രം സസ്പെൻസ്. എന്താ എന്റെ ഉദ്ദേശം? മമ്മൂട്ടി മോഹൻലാലും അപ്പോൾ വരെ രണ്ടുപേരെയും വെച്ച് എൻ്റെ മകൻ ഒരു പടം സംവിധാനം ചെയ്തെന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഒരു അഭിമാനവും സന്തോഷവും ഒക്കെയാണ്. ആരാണ്ട് പറഞ്ഞോട് ഞാൻ പറഞ്ഞത് മമ്മൂട്ടിയാണ്. ഈശ്വര, എന്നെ തെക്കോട്ട് എടുക്കോ ഭഗവതി. എന്റെ കൊടല് ഞാൻ എടുക്കും. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. ഞാൻ പോകുന്നു. ബൈ ബൈ.